ഒരു 10 വയസ്സ് മാത്രം വരുന്ന പെൺകുട്ടി ലോകത്തിലെ തന്നെ ഫേമസ് ഹാക്കറുടെ ഇടയിൽ നിന്ന് ഡെഫ്കോണിലെ സ്റ്റേജിലേക്ക് നടന്നു വന്നു. പിന്നെ അവൾ ചെയ്ത ഹാക്കിംഗ് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഹാക്കറിനെ എല്ലാം ഞെട്ടിച്ചു, വെറും ഒരു ഫോൺ മാത്രം യൂസ് ചെയ്തുകൊണ്ട്. അതിനു മുമ്പ് എന്താണ് ഡെഫ്കോൺ എന്ന് നോക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹാക്കർ കോൺഫറൻസുകളിൽ ഒന്നാണ് ഡെഫ്കോൺ. എല്ലാ വർഷവും US-ലെ ലാസ് വെഗാസ് സിറ്റിയിൽ വെച്ചാണ് ഡെഫ്കോൺ പ്രോഗ്രാം നടക്കാറുള്ളത്. അവിടെ ഹാക്കേഴ്സും സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടും പ്രോഗ്രാമേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ഒത്തുചേരാറുണ്ട്. പിന്നെ അവർ ഡെഫ്കോണിലെ സ്റ്റേജിൽ വെച്ച് ഹാക്കേഴ്സ് എങ്ങനെയാണ് ഫോൺ, കാർ, എയ്റോപ്ലെയിൻ സിസ്റ്റം, വോട്ടിംഗ് മെഷീൻ തുടങ്ങിയവ ഹാക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതായിരിക്കും. അവിടെ എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയ ഒരു കാര്യം അവിടുത്തെ ഐഡൻറ്റിറ്റി ബാഡ്ജാണ്. അത് നോർമലി കഴുത്തി തൂക്കിയിടുമ്പോഴത്തെ ഒരു ബാഡ്ജാണ്, പക്ഷേ അതിൽ ചെറിയ കമ്പ്യൂട്ടർ ഡിവൈസ് പോലത്തെ ഇലക്ട്രോണിക് ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ ബാഡ്ജ് ഹാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ഫയൽസ് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഡെഫ്കോണിൽ വെച്ച് ഹാക്കേഴ്സുമായി ഫയൽസ് ഷെയർ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ വേറൊരു കാര്യമാണ് അവിടുത്തെ ഡെഫ്കോൺ കിഡ്സ്. കുട്ടികൾക്ക് ഹാക്കിംഗ് പഠിക്കാൻ മാത്രമായി ഒരു ഹോൾ വില്ലേജ് സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. അവർ അവിടെ പഠിക്കുന്നത് കോഡിംഗ്, ലോക്ക് പിക്കിംഗ്, എങ്ങനെ പുതിയ ഗാഡ്ജറ്റ്സ് നിർമ്മിക്കാം, പിന്നെ എങ്ങനെ വെബ്സൈറ്റുകളിൽ വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു സാധാരണ ദിവസം 10 വയസ്സ് മാത്രം വരുന്ന പെൺകുട്ടി ഡെഫ്കോണിൽ അറിയപ്പെടുന്ന പേര് സൈഫി എന്നാണ്. സൈഫി ഒരു ദിവസം ബോറടിച്ച് നിന്നപ്പോൾ അവൾ തൻ്റെ ഫോണിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഫാർമിംഗ് ഗെയിം ഡൗൺലോഡ് ചെയ്തു. അതിൽ വിത്ത് വിതറിയിട്ട് അത് മുളയ്ക്കാൻ എടുക്കുന്ന സമയം കുറേ മണിക്കൂറുകളോളമായിരുന്നു. പക്ഷേ സൈഫി ഒരു കാത്തിരിപ്പ് ഇഷ്ടപ്പെടുന്ന ആളല്ല. അവൾ അത് വേഗത്തിൽ ഗെയിം ലെവലപ്പ് ചെയ്യാൻ സാധിച്ചെങ്കിൽ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇതൊരു ടൈം മെക്കാനിസം ബേസ്ഡ് ഗെയിമാണെന്ന് സൈഫി കണ്ടുപിടിച്ചത്. ഗെയിമിൽ വിത്ത് മുളയ്ക്കാൻ എടുക്കുന്ന സമയം കൗണ്ട് ഡൗൺ എന്ന രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് അവസാനിക്കുമ്പോൾ മാത്രമേ വിത്ത് മുളച്ച് തീരുകയുള്ളൂ. അതുകൊണ്ട് സൈഫൈ അവളുടെ ഫോണിൻ്റെ ക്ലോക്ക് സെറ്റിങ്സിൽ സമയത്തെ 2 മണിക്കൂർ മുന്നോട്ട് ചലിപ്പിച്ചു ഗെയിമിനെ ആ 2 മണിക്കൂർ കഴിഞ്ഞതായി തോന്നിപ്പിച്ചു ഗെയിമിനെ ലെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ടെക്നിക്ക് പ്രതീക്ഷിച്ച പോലെ നടന്നില്ല. അപ്പോഴാണ് സൈഫൈ ഈ ഗെയിം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആരംഭിച്ചത്. ഇതൊരു ഇൻ്റർനെറ്റ് ബേസ്ഡ് ഓൺലൈൻ ഗെയിം ആയതുകൊണ്ട് സൈഫി ഫോണിൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ ക്ലോക്ക് സെറ്റിങ്സിൽ വീണ്ടും മുന്നോട്ട് ചലിപ്പിച്ചു. അങ്ങനെ സൈഫൈ അത് കണ്ടുപിടിച്ചു. മാനുവലി ഫോണിൻ്റെ ഇൻ്റർനെറ്റും ടൈമും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഗെയിമിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ബൈപ്പാസ് ചെയ്യാൻ സാധിക്കുമെന്ന്, പിന്നെ വിത്ത് കാത്തിരിക്കാതെ തന്നെ മുളപ്പിക്കാനും കഴിയുമെന്ന്. അങ്ങനെ സൈഫൈ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അവൾ ഹാക്കറുകളായ മെൻറ്റർമാരുടെ സഹായത്തോടെ അവൾ ഒടുവിൽ ഇത് മനസ്സിലാക്കി, ഇതൊരു ചെറിയ ബഗ് അല്ല എന്ന്. പിന്നെ സൈഫൈ തീരുമാനിച്ചു അവളുടെ ഈ കണ്ടുപിടുത്തം മറ്റുള്ളവരിൽ എത്തിക്കണമെന്ന്. പക്ഷേ സോഷ്യൽ മീഡിയകളിലോ ക്ലാസ് റൂമിലോ അല്ല, ഡെഫ്കോണിലൂടെ. അങ്ങനെ 2021 സൈഫൈ ഡെഫ്കോൺ സ്റ്റേജിൽ നിന്നുകൊണ്ട് അവൾ എങ്ങനെയാണ് ഒരു ഫേമസ് ഫാർമിംഗ് ഗെയിം ഹാക്ക് ചെയ്തതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. സൈഫൈ വെറും ഒരു ഹാക്ക് മാത്രമായിരുന്നില്ല മനസ്സിലാക്കി കൊടുത്തത്. അവൾ കണ്ടുപിടിച്ചത് ഡെവലപ്പേഴ്സ് ഇഗ്നോർ ചെയ്ത ഒരു സർവർ സൈഡ് സെക്യൂരിറ്റി പിഴയായിരുന്നു. കാരണം ആ ഗെയിം പ്രവർത്തിച്ചിരുന്ന ഇൻ്റർനെറ്റ് സെർവർ ഫോൺ സെർവറുമായി കണക്ട് ചെയ്യാതെ ക്ലയൻറ്റ് സൈഡ് ഫോൺ സെർവറിലെ ടൈം ആയിരുന്നു വിശ്വസിച്ചിരുന്നത്. പക്ഷേ ആ വിശ്വാസം തകർക്കാനും സാധിക്കുമായിരുന്നു. മിക്കവരും വിചാരിക്കുന്നത് ഹാക്കിംഗ് ഒരു തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണെന്നാണ്. പക്ഷേ സൈഫി ലോകത്തെ ഓർമ്മിപ്പിക്കുന്നത് ഹാക്കിങ്ങിന് ഒരു മറുവശവും കൂടി ഉണ്ടെന്നാണ്. നല്ല ഉദ്ദേശം മാത്രം. I am Joel Maxwell and this is Underground Diaries.